ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ +2 അക്കൗണ്ടൻസി ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം നിങ്ങൾക്ക് 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നിന്ന് മൊത്തം നമുക്ക് 10 മാർക്കാണ് സ്കോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. 14ഉം 15ഉം മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഒന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, ഇപ്പോൾ കഴിഞ്ഞു പോയിട്ടുള്ളത് ക്രിസ്മസ് എക്സാം മാത്രമാണ് കേട്ടോ. ഇനി ആനുവൽ വരുന്നുണ്ട്, അതിന് തൊട്ട് മുന്നേ തന്നെ മോഡലും വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളൂ, നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. ഇതേ മാതൃകയിലൊക്കെ തന്നെയാണ് മക്കളെ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിച്ചോളൂ, നിങ്ങൾക്ക് തീർച്ചയായും A+ ലെവലിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരുന്നോളൂ, നല്ല എഫേർട്ട് ഇട്ട് പഠിച്ചോളൂ. റെഡിയല്ലേ? ഓക്കെ, ചെറിയൊരു മോട്ടിവേഷൻ അതിൻ്റെ കൂടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ മോട്ടിവേഷൻ ഇല്ലായിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കേണ്ട. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. The books of a firm showed that the capital employed on 31st March 2023 was rupees 10 lakh. Profit of the firm for the last 5 years തന്നിട്ടുണ്ട്. അതായത് ഇവിടെ സിമ്പിളായിട്ട് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് വാല്യൂ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വാല്യൂ ഓഫ് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷനാണ്. ഗുഡ് വില്ല് കണ്ടുപിടിക്കാം, എന്താണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ഗുഡ് വില്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, അങ്ങനെ 3 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ തന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തും കൂടി തന്നിട്ടുണ്ട്, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണെന്നും പറഞ്ഞിട്ടുണ്ട്. റെഡി? അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ ആൻഡ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ചെയ്യണം. സോ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എന്തായാലും നമ്മുടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ വേണമെന്ന് അറിയാമല്ലോ. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമുക്ക് ഈ വാല്യൂ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ ആദ്യം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. ഇതാണ് നമ്മുടെ ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കാണാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റാണ് നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആ 5 വർഷത്തെ പ്രോഫിറ്റുകൾ ആഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടുന്നത് 1,20,000 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണ്. ആദ്യത്തെ നമ്മുടെ ഉത്തരം ചെയ്യുന്ന ഭാഗം ശരിയാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ക്വസ്റ്റ്യനിൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പ്രോഫിറ്റുകൾ പരസ്പരം ആഡ് ചെയ്ത് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്? 5 വർഷത്തെ പ്രോഫിറ്റ് അല്ലേ തന്നത്, അതുകൊണ്ടാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നതാണ് 1,20,000. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്യുക? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇവിടെ നമുക്കിപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി, നോർമൽ റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10%. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണാമെന്ന്. 1,20,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10. ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 12 lakh. സോ ആവറേജ് പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത വാല്യൂ ആണ് 12 lakh. അല്ലെങ്കിൽ ഇതിനിങ്ങനെ പറയാം, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ്. അതും കണ്ടുപിടിച്ചു. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ എംപ്ലോയിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ, 10 lakh. അപ്പോൾ അതുമായി ഇനി ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. സിമ്പിൾ. ഗുഡ് വിൽ കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് 12 lakh കണ്ടുപിടിച്ചിട്ടുണ്ട്. 10 lakh ആണ് ക്യാപിറ്റൽ എംപ്ലോയിഡിന് ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട്. സോ 12 lakh മൈനസ് 10 lakh, ദാറ്റ് ഈസ് സിംപ്ലി 2 lakh. സോ ഹിയർ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഈസ് rupees 2 lakh. റെഡിയല്ല മക്കളെ? അപ്പോൾ ഒന്ന് ഒറ്റയ്ക്കൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ തീർച്ചയായിട്ടും ഉയരും. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇനി വരാൻ പോകുന്ന എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും സാധിക്കും. ക്ലിയർ അല്ലേ?
ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഇതൊരു ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? സോജ, റോജ ആൻഡ് റീജ. വാട്ട് എ റൈമിങ്. അപ്പം നമുക്ക് സോജയുടെയും റോജയുടെയും റീജയുടെയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവർ 3 പേരും ഒരു ഫേമിലെ പാർട്ട്നേഴ്സാണ്. അതിൽ റോജ എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട്ണർ റിട്ടയർ ആവുകയാണ്. ഓക്കെ, ഫ്രം ദ ഫേം ഓൺ 31 മാർച്ചിന് റിട്ടയർ ആവുകയാണ്. ആര്? റോജയാണ് കേട്ടോ റിട്ടയർ ആവുന്നത്. പേരുകൾ ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് മാറിപ്പോരുത്. റോജയാണ് റിട്ടയർ ആവുന്നത്. ആ ഒരു റിട്ടയർമെൻറ്റ് ടൈമിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഹെർ ക്യാപിറ്റൽ ഷോഡ് എ ബാലൻസ് ഓഫ് 75,000 ഓൺ 1 ഏപ്രിൽ 2021. 2021 ഏപ്രിൽ 1 ഈ പോകുന്ന റോജയുടെ ക്യാപിറ്റൽ ബാലൻസ് എന്ന് പറയുന്നത് 75,000 ആണെന്ന് പറയുന്നുണ്ട്. ക്ലിയർ? ആൻഡ് ഷീ ഈസ് ഓൾ ഔട്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 10%. എത്ര? 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാനുണ്ട്. ആൻഡ് ജനറൽ റിസർവ് ഷോഡ് എ ബാലൻസ് ഓഫ് 15,000. ജനറൽ റിസർവ്, മൊത്തത്തിലുള്ള ജനറൽ റിസർവ് എന്ന് പറയുന്നത് 15,000 ഉണ്ട്. ആൻഡ് റീവാലുവേഷൻ ഓഫ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് 24,000 ആണ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് റീവാല്യൂ ചെയ്തപ്പോഴുള്ള റീവാലുവേഷൻ പ്രോഫിറ്റ് 24,000 ആണ്, മൊത്തത്തിലുള്ളതാണ്. ആൻഡ് ഷീ വിഡ്രൂ 5,000 ഫ്രം ദ ഫേം ഫോർ ഹർ പേഴ്സണൽ യൂസ് ആൻഡ് ദെൻ ഇൻട്രസ്റ്റ് ഓഫ് 500 വാസ് ചാർജ്ഡ് ഓൺ ഹർ ഡ്രോയിങ്സ്. ഈ റോജ 5,000 റുപ്പീസ് ഫേമിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. അതിനൊരു 500 റുപ്പീസ് ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കിട്ടിയതിൽ നിന്ന് റോജയുടെ മാത്രം ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് തന്നിട്ടുള്ള എമൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ബാലൻസ് എമൗണ്ട് എഴുതുക എന്നുള്ളതാണ്. ബാലൻസ് 75,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റൊക്കെ അറിയാമല്ലോ മക്കളെ. അതൊന്നും നിങ്ങൾ ഇനിയും അറിയാതെ ഇരിക്കരുത്. അറിയാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിച്ചോളൂ. പെർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചോളൂ. ഇതിൻ്റെ ഇടയിൽ ജേർണൽ ഫോളിയോ ഒക്കെ വരച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. സോ ബാലൻസ് എഴുതാം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ്? 75,000ൻ്റെ 10%, ദാറ്റ് ഈസ് 7,500. പിന്നെ ജനറൽ റിസർവ് 15,000 ആണ്. അതിൽ റോജയുടെ പാർട്ട് 1/3. ഓക്കെ, അതെന്ത് ചെയ്യുക? റോജയ്ക്ക് കൊടുക്കുക. പിന്നെ റീവാലുവേഷൻ പ്രോഫിറ്റ് 24,000 ആണ്. അതിൽ റോജയുടെ ഭാഗം 1/3, അതും ആർക്ക് കൊടുക്കുക? റോജയ്ക്ക് കൊടുക്കുക. ഓക്കെ, കറക്റ്റായിട്ട് എമൗണ്ട് ചെയ്തെഴുതാം. പിന്നെ ഡ്രോയിങ്സ് ഉണ്ട് 5,000, അത് ടു ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. അതിന് മുകളിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ട് 500, അതും എഴുതുക ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, റിവാലുവേഷൻ പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന 90,000 ആണ് റോജയുടെ എമൗണ്ട് ബാലൻസിങ് ഫിഗറായിട്ട് വരിക. അത് ഒന്നെങ്കിൽ റോജയുടെ ലോൺ അക്കൗണ്ട് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ബാലൻസിങ് ഫിഗറായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് പഠിക്കാം. റെഡി? ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രത്യേകിച്ച് റേഷ്യോ ഒന്നും തന്നിട്ടില്ലല്ലോ എന്ന്. റേഷ്യോ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവരെന്താക്കി എടുക്കാം? ഈക്വൽ പാർട്ട്നേഴ്സായിട്ട് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ 1/3 അത് വീതം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ. സിമ്പിളല്ല മക്കളെ? 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് അല്ലേ? അത്ര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കാം. മെയിൻ ക്വസ്റ്റ്യൻ ഒന്ന് വാല്യൂ ഓഫ് ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനും പിന്നെ ഒരാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട്, റിട്ടയർമെൻറ്റ് സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനും. റെഡിയല്ലേ? ആൻസേഴ്സൊക്കെ നന്നായിട്ട് കണ്ട് പഠിക്കുക. നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഈസി ആയിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്